ഇമാം അത്വബിരി ഖുർആൻ വ്യാഖ്യാതാവാണ്, മുഫസ്സിറാണ്, ഖുർആനിന്റെ തഫ്സീർ എഴുതിയ ആളാണ്. അദ്ദേഹം വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഈ വചനത്തെ. ഒരു ദിവസം പ്രവാചകൻ ചെല്ലുന്നു വളർത്തുമകനെ അന്വേഷിച്ച് വീട്ടിലേക്ക്. അപ്പോൾ സൈനബ് എന്ന് പറയുന്ന പ്രവാചകന്റെ അമ്മായിയുടെ മകള് കൂടിയാണ്. അപ്പൊ അവര് സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റത്ത് തുണി ഒന്ന് മാറി. അപ്പോൾ ഇവരുടെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം നബി കണ്ടു. നബി അവരോട് അനുരാഗം തോന്നി. എന്തൊരു ചാരുത, എന്തൊരു സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് നബി മടങ്ങിപ്പോകുന്നു. തിരിച്ച് ജോലി കഴിഞ്ഞിട്ട് ജെയ്ദ എന്ന് പറയുന്ന പ്രവാചകന്റെ വളർത്തുമകൻ അവിടെ വന്നപ്പോൾ ഭാര്യ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വളർത്തുപിതാവ് വന്നിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിനകത്തേക്ക് കയറുന്നില്ല, നേരെ നബിയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നത്, പ്രവാചകരെ, ചിലപ്പോൾ പിതാവിനായിരിക്കും വിളിച്ചിരിക്കുക, ഞാൻ അവരെ മൊഴി ചൊല്ലട്ടെയോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നബി അത് മിണ്ടാതെ വെച്ചുകൊണ്ട് ഇവരോട് അനുരാഗം തോന്നിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ എന്ത് വിചാരിക്കും? ഇതൊക്കെ ഖുർആൻ വചനങ്ങളാണ് കേട്ടോ, ഞാൻ പറയണതല്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വളർത്തുമോന്റെ ഭാര്യയെ തട്ടിയെടുത്ത ആളെന്ന് വിചാരിക്കില്ലേ? അപ്പോൾ പടച്ചോൻ ഖുർആനിൽ നിന്നും വചനം ഇറക്കുവാണ്. താങ്കൾ ഞാൻ അനുവദിച്ച ഒരു കാര്യം താങ്കൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ആളുകളോട്? അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് സൈനബിനെ വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു. വേറെ ആരോടും ആലോചിച്ചിട്ടില്ല, വേറെ ആരും കെട്ടാം എന്ന് വന്നിട്ടുമില്ല. കാരണം അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയ്ദും അവരും തമ്മിൽ 1 വർഷമേ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. പിന്നെ എങ്ങനെയാണ് വളർത്തുമകന്റെ മകളെ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളർത്തുമകന്റെ ഭാര്യയെ കെട്ടിയെന്ന് പറയുന്നത് സ്കർജി? അല്ല, എന്തുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇസ്ലാം മതം അനുശാസിക്കുന്നു എന്നുള്ളത് കൂടി ഞാൻ ആ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ടീച്ചറും ഗുരുമൂർത്തിയും പറയുന്നത് പോലെ അത് വിമർശനാത്മകമായി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്റെ വീക്ഷണകോണിൽ ഞാൻ പറയുന്നത്, ഞാൻ എന്റേതായ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ പറയുന്നത് വീക്ഷണകോണ് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സാറ് പറഞ്ഞിരുന്നവരെ സാറേ, മറ്റുള്ള ചെറുപ്പക്കാരെ ഇല്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചുള്ള ന്യായം നിലനിൽക്കുന്നതല്ല. കാരണം അതേ സൂക്തത്തിൽ ഒടുവിൽ പറയുന്നുണ്ട്, ഇത് മറ്റു വിശ്വാസികൾക്കുള്ള നിയമമല്ല, ഇത് പ്രവാചകന് സ്പെഷ്യൽ ഓഫറാണ്. അല്ല, അത് ചില സാഹചര്യങ്ങളിൽ അന്ന് എന്ത് സാഹചര്യമാണ്? സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ 1 വർഷം തികഞ്ഞതിന് മുമ്പ് ഈ അമ്മായച്ചൻ കെട്ടിയിട്ട് അത് എനിക്ക് മാത്രമുള്ള ന്യായം എന്ന് പറയുന്ന അർത്ഥമാണ്. അങ്ങനല്ല. ഇസ്ലാം മതത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നം എവിടെയാണ്? ഇപ്പം മുഹമ്മദ് നബി കല്യാണം കഴിച്ചതിനെ സംബന്ധിച്ചാണ്. ഇതില് മുഹമ്മദ് നബി ഏറ്റവും കൃത്യമായി പഠിച്ചിട്ടുള്ളത് ഹെഗൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട്, അത് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൽ മുഹമ്മദ് നബിയുടെ ചരിത്രം എന്ന അർത്ഥത്തിലാണ് അതിനെ സമീപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹൈക്കൽ അല്ല, ഇബ്നു ഷാക്കിന്റെ പ്രോഫറ്റ് ഓഫ് ദ ഡൂം വായിച്ചിട്ടുണ്ടോ? ഇല്ല. അത് വായിച്ചാൽ അങ്ങ് പറഞ്ഞ ഓരോ വാദത്തിനും കൃത്യ യുക്തിയോടുകൂടി അതിനെല്ലാം ഖണ്ഡിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വന്തം മനസ്സിലുള്ള കാമനകളെ അള്ളാഹുവിന്റെ പേരിൽ ആയത്താക്കി ഇറക്കാന്ന് ഈ വിവരമുള്ള ആർക്കും മനസ്സിലാവില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ആ സ്ത്രീക്ക് അവന്റെ സൈഡിൽ നിന്ന് സൈനബയ്ക്ക് പീഡനം ഉണ്ടായിട്ടുണ്ടോ? ഒരു റിപ്പോർട്ടിലുമില്ല. സൈഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സൈനബിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സൈനബിനോ സൈദോ തമ്മിൽ വല്ല വഴക്കം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രശ്നമില്ല. ജീവിക്കുന്ന സമയത്താണ് ഇദ്ദേഹം അങ്ങോട്ട് കയറി ചെല്ലുന്നതാണ് ഇസ്ലാമിക തഫ്സീർ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ സ്തുതി എന്ന് മാത്രം പറഞ്ഞ ഇറങ്ങിപ്പോവാണ് അവിടുന്ന്, ഇവരുടെ നഗ്നത കണ്ടതുകൊണ്ട്. എന്നിട്ട് കാരണം ഈ മോഹം ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ആ ആയത്ത് ഇദ്ദേഹം അവസാനം പറയാണ്, ഇനി ആരും മരുമക്കളെ കല്യാണം കഴിക്കരുത്, ഇത് എനിക്ക് മാത്രമുള്ള വിധിയാണെന്ന് ദൈവം പറയണമെങ്കിൽ ഇത് ഇങ്ങനെ ഇഷ്ടം അനുസരിച്ച് ഓരോ ആയത്ത് ഇറക്കി കൊടുക്കുന്ന ദൈവത്തിന് ഒരു സെൻസ് ഓഫ് മൊറാലിറ്റി ഇല്ലേന്ന് എന്റെ ചോദ്യം. അല്ല, ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് ആധികാരികമായ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ, എന്റെ വിഷയമല്ലല്ലോ. സാറ് ഒരു കാര്യം പറയാം, സാർ നല്ല പുസ്തകം കാണുന്നുണ്ട്, അതിന്റെ അകത്ത് റേഷൻ കാർഡ് സാറ് പറഞ്ഞു. ഹെഗലിന്റെ കാര്യം പറഞ്ഞു. ഹെഗൽ എഴുതിയിരിക്കുന്ന പച്ചക്കള്ളം തെളിയിച്ചിട്ടുണ്ട്. 40 വർഷത്തോളം അറബിക് പ്രൊഫസർ ആയിരുന്ന, ഓക്സ്ഫോർഡിലെ അറബിക് പ്രൊഫസർ ആയിരുന്ന DS മാർഗുലിത്ത് 40 വർഷം അറബിക് പ്രൊഫസർ ആയിരുന്നു ഓക്സ്ഫോർഡിൽ. DS മാർഗുലിത്ത് എഴുതിയിട്ടുണ്ട് മുഹമ്മദ് ആൻഡ് ദ റൈസ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകം. മുഹമ്മദ് ആൻഡ് ദ റൈസ് ഓഫ് ഇസ്ലാം. ഓക്സ്ഫോർഡിലെ 40 വർഷം അറബി പണ്ഡിതനായിരുന്നു അദ്ദേഹം എഴുതി കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ അതിൽ ചരിത്ര വസ്തുവെച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇസ്ലാം മതത്തിന്റെ മേക്കിങ്ങിൽ തന്നെ സ്ത്രീ എപ്പോഴും പുരുഷന്റെ ഒരു അംശം മാത്രമാണ്, അവനാൽ ഭരിക്കപ്പെടേണ്ടവളാണ് എന്നത് സുവ്യക്തമല്ലെന്ന് എന്റെ ചോദ്യം. അല്ലല്ല, സ്ത്രീകൾക്ക് ഇസ്ലാം മതം നിങ്ങൾ ഇനിയിപ്പോ എത്ര ഇത് ഏതെങ്കിലും 1-2 ആയത്തുകളുടെ അല്ല, നിങ്ങൾ ഏതെങ്കിലും 1-2 ആയത്തുകളുടെ പിൻബലത്തിൽ ഇസ്ലാം മതം സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോ സക്കാഫി പറഞ്ഞതും കാന്തപുരം തുടർന്നു വെച്ചതുമായിട്ടുള്ള വാദമുഖങ്ങൾ പോലെയുള്ളൂ.
ഇനിയിപ്പോ ഇബ്രാഹിം സക്കാഫി പറഞ്ഞാലും അതല്ല, സാക്ഷാൽ കാന്തപുരം പറഞ്ഞാലും ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തെ സംബന്ധിച്ചും സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും ഇസ്ലാം മതം നൽകുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തെ സംബന്ധിച്ചും നിശ്ചയമായും മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. അതൊരു മാറ്റം. എന്ത് സംരക്ഷണമാണ് സാർ? ഇറാനിൽ കഴിഞ്ഞ ദിവസം അല്ലേ ഇറാനിൽ സ്ത്രീകൾ മുഖം മറയ്ക്കാത്തതിന്റെ പേരിൽ പോലീസ് ആക്രമിച്ച് 2 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടത് ഈ അടുത്ത കാലത്തല്ലേ? അതിനകത്ത് അതിന് കാരണം എന്നിട്ട് ഞാൻ പറയട്ടെ, ഈ ഇസ്ലാമിൽ അങ്ങ് പറഞ്ഞു മഹർ എന്ന മഹത്തായ സമ്പ്രദായം ഉണ്ടെന്ന് ടീച്ചർ വ്യക്തമായി പറഞ്ഞല്ലോ, അത് യോനിക്കൂലിയാണെന്ന്. ഖുറാനിൽ മഹർ എന്നൊരു വാക്കുണ്ടോ? അല്ല, ഖുറാനിൽ മഹർ എന്നില്ലെന്നേ. അപ്പൊ പിന്നെ നിങ്ങൾ ഹദീസുകൾ പറയില്ലേ? അല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞു ഖുറാനിൽ ഉള്ളതാണ് ഇതെന്ന്. ഇസ്ലാം വിവാഹം നേരത്തെ സാറ് പറഞ്ഞു ഖുറാനിൽ ഉള്ളതാണ് മഹർ എന്ന് പറഞ്ഞതാണ് ടീച്ചർ അതിനെ ഖണ്ഡിച്ചത്. ഗുരുമൂർത്തി, കഷ്ടം എന്ന് പറയുന്നത് എന്താ? അല്ല, ഇത് കഷ്ടമാണ്. ആ ആചാര രീതിയാണത്. ആ ആചാര രീതിയിൽ മഹർ എന്ന് പറയുന്നത് ഏറ്റവും വിശാലമായി സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വത്തവകാശമാണ്. എന്താണ് പ്രശ്നം? അല്ല, മുസ്ലിം സ്ത്രീകൾക്ക് എന്തോ ഇസ്ലാം തുല്യത കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് താങ്കൾ മഹർ പറഞ്ഞത്. പ്രവാചകൻ ഒഴിവാക്കിയ പെണ്ണിന് കൊടുത്തത് ഒരു കഷ്ണം കർച്ചീഫാണ്, ഉറുമാൽ, കണ്ണീര് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം കർച്ചീഫ്. പ്രവാചകന്റെ അനുചരന്മാർ ഒരു പിടി ഗോതമ്പ് പൊടി കൊടുത്തിട്ട് സ്ത്രീകളെ താൽക്കാലിക വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇതിനാണോ മഹർ എന്ന് പറയാ? സ്ത്രീകൾക്ക് പദവി നൽകിയെന്നും തുല്യത നൽകിയെന്നും നിങ്ങൾ പറയുമ്പോഴും സ്ത്രീക്കും പുരുഷനും അള്ളാഹു ഒരുപാട് വിവേചനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇസ്ലാം സ്ത്രീയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് താങ്കൾ ചോദിച്ചല്ലോ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ ഖുർആനിലെ 223-ാമത്തെ വചനത്തിൽ പറയുന്നത് നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക. മറ്റൊരു വചനത്തിൽ പറയുന്നത് ലിബാസ് എന്ന പദമാണ്. വസ്ത്രമെന്നും കൃഷിയിടമെന്നും ഒക്കെ സ്ത്രീകളെ ഉപമിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് സ്ത്രീകളെ നിയന്ത്രിച്ച് അടിച്ചു തെളിച്ചു കൊണ്ടുപോകാനുള്ള നിയന്ത്രണ അധികാരത്തിന്റെ ദണ്ഡ് നിങ്ങളുടെ കയ്യിലാണ് തന്നിരിക്കുന്നത് എന്ന് 4-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. പിന്നെ ആൽ ഇംറാൻ 3-ാമത്തെ അധ്യായമാണ്. അതിനകത്തെ 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു പറയുന്നത് സ്ത്രീകൾ, സന്താനങ്ങൾ, കനകത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരം, പിന്നെ മേത്തരം, കുതിരകൾ, കാലികൾ, കൃഷിയിടങ്ങൾ തുടങ്ങിയവയോടുള്ള മോഹം. കണ്ടോ സ്ത്രീകളെ എന്തിനോടൊക്കെയാണ് അല്ലാഹു ഉപമിച്ചിരിക്കുന്നത് എന്ന് നോക്ക്. സ്വർഗത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന പരസ്യത്തിനും 72 ഹൂറികളെയാണ് അല്ലാഹു പരസ്യം ചെയ്തിരിക്കുന്നത്. അപ്പോ നിങ്ങളിൽപ്പെട്ട 2 പുരുഷന്മാർ സാക്ഷി നിൽക്കുമ്പോൾ സ്ത്രീകളിൽ ആരാണ്? 4 പേര്. അതായത് 2 പുരുഷന് 4 പേര്. എവിടെയാണ് സാഹിബെ ഇവിടെ ഈക്വാലിറ്റി ഉള്ളത്? നിങ്ങൾ എങ്ങനെയാണ്? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. 33-ാമത്തെ അധ്യായത്തില് അള്ളാഹു പറയുന്ന വചനമാണിത്. അപ്പോ 4-34 നന്നായിട്ട് താങ്കളൊന്ന് വായിക്കുക. താങ്കൾ പറഞ്ഞല്ലോ സൂറത്തിലെ നിസാ 4-ാം അധ്യായം നന്നായിട്ട് എന്നോടൊന്ന് വായിക്കാൻ. ഞാൻ നന്നായി വായിച്ചതാണ്. ഇനി താങ്കളും കൂടി അതൊന്ന് വായിച്ചാൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിബേറ്റിലിരിക്കാം. യെസ് യെസ് യെസ്